ഹലോ, ഞാൻ ഇന്ന് ചെയ്യുന്ന വ്ളോഗ് എന്ന് പറഞ്ഞാൽ ബിഗ് ബെൻ നാഷണൽ പാർക്ക് ടെക്സാസിനെ കുറിച്ചാണ്. അപ്പം ഏകദേശം 8 hours and 3 minutes ആയിരുന്നു ഡ്രൈവ്. രണ്ട് വഴികളുണ്ടായിരുന്നു. ഒന്ന് ഇപ്പം ഡ്രൈവ് ഒന്നുകിൽ ഓസ്റ്റിൻ വഴി പോവുക, അല്ലെങ്കിൽ സാൻ ആന്റോണിയോ വഴി പോവുക. ഞങ്ങൾ താമസിക്കുന്ന ഹ്യൂസ്റ്റണിലെ സൈപ്രസ് എന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 8 hours and 3 minutes ആണ് ഞങ്ങൾ നോക്കുമ്പോൾ ഓസ്റ്റിൻ വഴി കണ്ടത്. അല്ലെങ്കിൽ സാൻ ആന്റോണിയോ വഴിയാണെങ്കിൽ സെയിം തന്നെ. പക്ഷെ ഞങ്ങൾ ഓസ്റ്റിനാണ് പ്രിഫർ ചെയ്തത്, കാരണം അത് കുറച്ചും കൂടി നല്ല സീനറി ഒക്കെ ഉള്ള നല്ലൊരു റോഡാണ്. ചെറിയ റോഡാണ്, എന്നാലും നല്ല. ഞങ്ങൾ ഓൾറെഡി സാൻ ആന്റോണിയോ ഓൾറെഡി പോയിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഓസ്റ്റിൻ ഓപ്റ്റ് ചെയ്തു ആ ഒരു വഴി. പിന്നെ ഞങ്ങൾ താമസിച്ചത് ആൽപൈൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ബിഗ് ബെൻ അടുത്ത്. അത് ഏകദേശം ബിഗ് ബെന്നിൽ നിന്ന് ഏകദേശം 1 hour and 1 ഓൾമോസ്റ്റ് നിയർ ടു 2 hours ആൽപൈൻ ടു ബിഗ് ബെൻ ഉണ്ട്. അപ്പം ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് അന്ന് അവിടെ ആൽപൈനിൽ അവിടെ ഒരു ഹോട്ടലിൽ തങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് പിന്നെ ആൽപൈൻ ടു ബിഗ് ബെൻ ഡ്രൈവ് ചെയ്തത്. അത് ഏകദേശം ഒരു 1 hour 41 minutes. ഇപ്പം മാപ്പിൽ കാണുന്ന പോലെ 1 hour 41 minutes ഏകദേശം ഉണ്ടായിരുന്നു ഡ്രൈവ്. പിന്നെ ബിഗ് ബെന്നകത്ത് 7 days, ഓൾമോസ്റ്റ് 7 days ഉണ്ടെങ്കിൽ നമുക്ക് ബിഗ് ബെൻ മൊത്തം കാണാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങൾ 1 day, ഞങ്ങളൊരു ഷോർട്ട് ട്രിപ്പായിരുന്നു. ഞങ്ങൾ അങ്ങനെ വലിയ 7 days പ്ലാൻ ചെയ്തില്ല, ഷോർട്ട് ട്രിപ്പായിരുന്നു. അപ്പോൾ 1-2 സ്ഥലങ്ങൾ ഞങ്ങൾക്ക് അവിടെ ബിഗ് ബെന്നകത്ത് കാണാൻ പറ്റുള്ളൂ. അധികം ഒന്നും പോയില്ല. ഫേമസ് ആയിട്ടുള്ള 1-2 സ്ഥലങ്ങൾ കണ്ട് പോരുക ചെയ്തു. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കണ്ടില്ലേ, പിള്ളേരൊക്കെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 10 o'clock, കുറച്ച് വൈകി ഇറങ്ങാം. ഞങ്ങൾ നേരത്തെ ഇറങ്ങണം എന്ന് കരുതിയായിരുന്നു, പക്ഷേ നടന്നില്ല. ഞങ്ങൾ പാക്ക് ചെയ്ത് എല്ലാം റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും 10 മണിയായി രാവിലെ. അപ്പം അങ്ങനെ 10 മണിക്ക് ഇറങ്ങി. അപ്പോൾ 8 hours ഡ്രൈവ് ഉള്ളതുകൊണ്ട് 8 hours മുകളിൽ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഒരു രാത്രി ആവുന്നതിന് മുമ്പ് ഇപ്പോൾ വിൻ്റർ ആവുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവും. അപ്പോൾ അതുകൊണ്ട് രാത്രി ആവുന്നതിന് മുമ്പ് അങ്ങ് എത്തണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് വൈകി, കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 7:45 8 o'clock ഞങ്ങൾ അവിടെ എത്തിയത്. പക്ഷെ ഡ്രൈവ് ഞങ്ങൾ ഇതുവരെ പോവാത്തൊരു വഴിയായിരുന്നു, ഓസ്റ്റിൻ വഴിയുള്ള വഴി. ഭയങ്കര അതുകൊണ്ട് അങ്ങനെ ബോറിംഗ് ആയിരുന്നു. ലോങ് ഡ്രൈവ് ആയിരുന്നു. 8 hours 9.5 hours ഡ്രൈവ് ആയിരുന്നെങ്കിലും വലിയ പ്രശ്നമൊന്നും അങ്ങനെ ബോറടിച്ചൊന്നുമില്ല. എല്ലാവരും ഞങ്ങൾ ഇടയ്ക്ക് നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അത് കാരണം ഫുഡൊക്കെ ചില നല്ല റെസ്റ്റിങ്, പോകുന്ന വഴിക്ക് കുറേ റെസ്റ്റ് ഏരിയസ് കാണാം. ഓക്കെ, അപ്പോൾ ആ റെസ്റ്റ് ഏരിയസിലൊക്കെ നിർത്തി. അവിടെ റെസ്റ്റ് റൂം ആണെങ്കിലും ഉണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സംഭവം സ്ഥലങ്ങളും. പിന്നെ അധികം കൺജസ്റ്റഡ് ഒന്നും അല്ലായിരുന്നു, അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഹോളിഡേ ആയിരുന്നു എങ്കിലും അധികം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നല്ല ഒരു സീനറി ആയിരുന്നു. ഇങ്ങനെ നല്ല നമുക്കിങ്ങനെ ശരിക്കും കാണാം ആ ഒരു ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ മാറി 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 വരുന്നത്. ഇപ്പോൾ ഹ്യൂസ്റ്റണിൽ നിന്ന് അങ്ങ് ഇറങ്ങി, സിറ്റിയിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകുമ്പോൾ ആ ഒരു ഓസ്റ്റിൻ വഴി, പിന്നെ നല്ല മരങ്ങളുള്ള കുറേ സ്ഥലങ്ങൾ, കുറച്ച് ഭയങ്കര ഗ്രീനറിയുള്ള, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫുള്ള് മരുഭൂമിയുള്ള സ്ഥലം, കുറച്ച് മരുഭൂമിയായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. ടെക്സാസിലെ പോലെ മരുഭൂമിയായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. പിന്നെ ചെറിയ ചെറിയ ടൗണുകൾ. ഇത് വൺ ഓഫ് ദ ടൗൺ ഏരിയ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതൊരു ചെറിയൊരു ടൗണ്. അത് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ കുറച്ച് മൗണ്ടെയിൻസ് ഉള്ള ഏരിയ. അപ്പം തീരെ ബോറിംഗ് അല്ലായിരുന്നു യാത്ര എന്ന് പറയുന്നത്. ഭയങ്കര ഭയങ്കര രസമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കുട്ടികളാണെങ്കിലും അവർ ഇങ്ങനെ പുറത്തേക്ക് നോക്കി അവരിയ്ക്കും. പിന്നെ ബാക്കി ആരും ഉറങ്ങിയതൊന്നുമില്ല. കുട്ടികളൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാറിൽ. അവർ എക്സൈറ്റഡ് ആയിരുന്നു. ഒന്നാമത് ഞങ്ങളെ ഫസ്റ്റ് റോഡ് ട്രിപ്പാണിത്. റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും ലോങ് ആയിട്ട് ഞങ്ങൾ ഇതേവരെ വണ്ടി ഓടിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ദുബായിലായിരുന്നു. അവിടെയാണെങ്കിലും ഞാനിങ്ങനെ ഒരു 8 hours ഒന്നും ഡ്രൈവ് ഇതേവരെ ചെയ്തില്ല. 3 hours അല്ലെങ്കിൽ 4 hours ഡ്രൈവ് ചെയ്യാന്നുള്ളതാണ്, അതിനപ്പുറത്തേക്കും ഡ്രൈവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു 9 hours 9.5 hours കുറച്ചൊരു ചലഞ്ചിങ് ആയിരുന്നു എനിക്കും, കാരണം ഞാൻ ജീവിതത്തിൽ 9 hours ഒന്നും ഡ്രൈവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. പക്ഷേ ഭയങ്കര രസമായിരുന്നു ശരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു സൈഡ് സീനറിയും, പിന്നെ നല്ല ക്ലൈമറ്റും. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. തണുപ്പ്, അധികം ഓവർ തണുപ്പൊന്നുമില്ല. ഒരു 15 to 20 degrees Celsius ഒരു ടെമ്പറേച്ചർ ആയിരുന്നു. പിന്നെ നല്ല സീനറി ആയിരുന്നു. പിന്നെ നല്ല റോഡായിരുന്നു. ചെറിയ റോഡ്. ഇപ്പോൾ ഒരു 2-way ട്രാഫിക് ആണെങ്കിൽ തന്നെയും ചില അധിക റോഡുകളിലും 2-way ട്രാഫിക് ആയിരുന്നു പോകുന്ന വഴിക്ക്. എന്നാലും ഒരു സേഫ്റ്റി കൺസേൺ ഒന്നും തോന്നിയില്ല. നല്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ആയിരുന്നു. നല്ല റോഡായിരുന്നു. നല്ല സീനറി ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല.
ഇപ്പൊ ഇതാ ഞങ്ങൾ അങ്ങനെ നാഷണൽ ഇപ്പൊ നെക്സ്റ്റ് ഡേ ആണ്, ഇത് നെക്സ്റ്റ് ഡേയിലുള്ളതാണ്. ഞങ്ങൾ അന്ന് അവിടെ തലേന്ന് നടത്തി, ഇത് നെക്സ്റ്റ് ഡേ ബിഗ് ബെന്നിലേക്ക് എത്തി, ബിഗ് ബെൻ നാഷണൽ പാർക്കിലെത്തി. അവിടെ എല്ലാവരും പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇപ്പോൾ അവിടെ എത്തിയപ്പോഴും ടെമ്പറേച്ചർ അങ്ങനെ വലിയ ഒരു ഭയങ്കര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നല്ല സണ്ണി ആയിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. നമുക്ക് ചൂടില്ല, തണുപ്പില്ല, അങ്ങനത്തെ ഒരു നല്ലൊരു കാലാവസ്ഥ, ഒരു 22-23 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ അങ്ങനെ എല്ലാവരും ഭയങ്കര, കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരൊക്കെ അങ്ങനെ. പിന്നെ അതിനുള്ളിൽ മൊത്തം പിന്നെ നമുക്ക് അധികം ഇത് ശരിക്കും ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ ഒരു $30 പാസ് എടുക്കണം. ആ $30 പാസ് എന്ന് പറയുമ്പോൾ 7 ഡേയ്സിന് വാലിഡ് ആണ്. നമുക്ക് 7 ദിവസം യൂസ് ചെയ്യാം. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 7 ഡേക്കുള്ള പ്ലാൻ ഇല്ലായിരുന്നു. ഞങ്ങളൊരു 1 ഡേ അവിടെ പോകാന്നുള്ള രീതിയിലുണ്ടായിരുന്നുള്ളൂ. ആസ് എ ട്രയൽ. ഞങ്ങൾ ഇതേവരെ അങ്ങനെ ഒരു റോഡ് ട്രിപ്പ് ചെയ്യാത്തതുകൊണ്ടും ഇത്രയും ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അറിയില്ലായിരുന്നു എങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 1 ഡേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം 1 ഡേ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ആകെ 1-2 സ്ഥലങ്ങളെ ഞങ്ങൾ ആദ്യം കാണാമെന്ന് വെച്ചു. ഒന്നൊരു ചിസോത്ത് മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത്, അതിലേക്കാണ് ഇപ്പോൾ കാണുന്ന ഈ റോഡ്. ഇപ്പോൾ ഈ ഒരു മൗണ്ടെയിനിലേക്കാണ് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞ ഒരു ബേസ് ഉണ്ട്, അവിടെ കാർ പാർക്ക് ചെയ്ത് അവിടെ ഒന്ന് കണ്ട്, പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഇതിന് മെയിനായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും പോകാൻ താല്പര്യപ്പെട്ടതും ഇവിടെ ഒരു മെക്സിക്കോ US ബോർഡറിനോട് ഷെയർ ചെയ്തിട്ട് ഒരു മൗണ്ടെയിനും നല്ല അവിടെ ആ ഒരു ഇതുണ്ട്, അതിനിപ്പോൾ നീ കാണും ഇതിനകത്ത്. അപ്പം അതാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ അടുത്ത് ഞങ്ങൾ പോയത് സാന്റാ എലൻഡ്ര കാനിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള കാനിയോൺ. അത് മെക്സിക്കോ ബോർഡർ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ ഒരു സൈഡും ഒരു മൗണ്ടൻ്റെ ഒരു സൈഡ് മെക്സിക്കോ ആണ്, മറ്റേ സൈഡ് US ആണ്. പിന്നെ അതിന് നടുവിലൂടെ ഒരു റിവർ പോകുന്നുണ്ട്. നന്നായിരുന്നു, കൊള്ളായിരുന്നു. അതായിരുന്നു ഞങ്ങൾ അടുത്ത ലാസ്റ്റ് കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോരും ചെയ്തു.
Yes, sir. ഞങ്ങൾ എന്നിട്ട് നെക്സ്റ്റ് ഡേ, തേർഡ് ഡേ മോർണിംഗ് ഒരു 8 o'clock ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് ആൽപൈൻ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു പോന്നു. അന്ന് ഒരു വിൻ്റർ സ്റ്റോമും ഭയങ്കര തണുപ്പായിരുന്നു അന്ന് രാവിലെ. ഓൾമോസ്റ്റ് 0 ഡിഗ്രി - പോയിരുന്നു ഓൾമോസ്റ്റ്. പിന്നെ അന്ന് 12 o'clock ആവും, ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു സ്നോഫോളൊക്കെ ഉണ്ടായിരുന്നു. സ്നോഫോളും വിൻ്റർ. അപ്പോൾ അതിന് മുമ്പേ അവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 8 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന്. പിന്നെ സ്നോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആ ഒരു വണ്ടിയുടെ ആ ഒരു കൺട്രോൾ ശരിക്കും കിട്ടില്ല. പിന്നെ പിള്ളേരെ കൊണ്ട് പോകുന്നല്ല, അത്ര സേഫ് അല്ല. ഇൻ കേസ് എവിടെയെങ്കിലും വഴിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം ഞങ്ങൾ ആ ഒരു റിസ്ക് എടുത്തില്ല. ഞങ്ങൾ മോർണിംഗ് 8 o'clock തന്നെ സ്റ്റാർട്ട് ചെയ്തു. സ്നോ കാണണം എന്നൊക്കെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കാരണം ടെക്സാസിലധികം സ്നോ, ഞങ്ങൾ താമസിക്കുന്ന ഹൂസ്റ്റണിലും ടെക്സാസിലൊന്നും സ്നോ കാണാൻ പറ്റില്ല. നോർത്ത് സൈഡിൽ, US നോർത്ത് സൈഡിലൊക്കെ ഉണ്ടാവുമെങ്കിലും ടെക്സാസിലൊന്നും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് ഹ്യൂസ്റ്റണിലൊന്നും സ്നോ അധികം കാണാറില്ല, ഞങ്ങൾ വന്നതിന് ശേഷം കണ്ടിട്ട്. അപ്പോൾ പിള്ളേർക്ക് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അത് കാരണം നടന്നില്ല. ആ ഒരു സേഫ്റ്റി റീസൺ കാരണം, സേഫ്റ്റി കൺസേൺ കാരണം നടന്നില്ല. അപ്പോൾ അതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ശരി, താങ്ക്സ്.